ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. സീക്രട്ട് ഫയൽ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് ജിജ്ഞാസാഭരിതമായ ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പറ വിശേഷങ്ങളാണ്. സംഭവം നടന്നത് തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലുള്ള പാലോട് എന്ന വനഗ്രാമത്തിലാണ്. സംഭവത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു. എന്തോ മാനസിക വിഷമം കാരണം കുട്ടി ആത്മഹത്യ ചെയ്തു. ഇതായിരുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ടെത്തൽ. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ നാടിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. പെൺകുട്ടി 6 മാസം ഗർഭിണിയാണെന്നുള്ള യാഥാർത്ഥ്യം വീട്ടുകാർ അന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞു. പക്ഷേ കുട്ടിയെ ആരാണ് പീഡിപ്പിച്ചതെന്നോ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നോ ഒരു തെളിവും ഈ കേസിൽ ഇല്ലായിരുന്നു. ഇവിടെയാണ് നമ്മുടെ പോലീസിനെ സമ്മതിക്കേണ്ടത്. ഒരു വെല്ലുവിളിയായി തന്നെ പോലീസ് ഈ കേസ് ഏറ്റെടുത്തു. വെറും 6 മാസം കൊണ്ട് കേസിലെ പ്രതിയെ പോലീസ് തപ്പിയെടുത്തു. നൂറുകണക്കിന് ആളുകൾ അധിവസിക്കുന്ന ആ ഗ്രാമത്തിൽ നിന്നും പോലീസ് എങ്ങനെയാണ് പ്രതിയെ കണ്ടുപിടിച്ചത്? അതിന് പോലീസ് അവലംബിച്ച മാർഗം എന്താണ്? ഇത്തരം രസകരമായ വിഷയത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾ യാത്രയാവുകയാണ് പാലോടെന്ന വനഗ്രാമത്തിലേക്ക് ഒരു അന്വേഷണ യാത്ര. പട്ടാപ്പകലായിരുന്നു യാത്ര. വിജനമായ കാട്ടുവഴിയിലൂടെയുള്ള സഞ്ചാരം. മൺവഴികൾക്കിരുവശവും ഘോരവനം. കുറച്ചെങ്കിലും ആൾ സഞ്ചാരമുള്ളത് ഈ ചെറിയ വഴിയിലൂടെ മാത്രമാണ്. ഈ വഴിവിട്ട് സഞ്ചരിച്ചാൽ അത്യന്തം അപകടമാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാം. പിന്നെ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം. ഈ വഴിയെ ഒറ്റയ്ക്കാരും സഞ്ചരിക്കാറില്ല. യാത്രക്കാർ കൂട്ടം കൂട്ടമായി പോകും. കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ കരുതുന്നവരും ഏറെ. പ്രധാന വഴി വിട്ട് യാത്ര കാട്ടിനുള്ളിലൂടെ ഏതാണ്ട് 2 കിലോമീറ്ററോളം പിന്നിട്ടിരിക്കുന്നു. റോഡിന്റെ ഓരത്തെങ്ങും ഒരാളെ പോലും കാണുന്നുമില്ല. ഇനി ആരോട് വഴി ചോദിക്കും? കാട്ടുവഴികൾ പല വഴിക്ക് തിരിയുന്നുമുണ്ട്. വഴിയൊന്ന് മാറിയാൽ ദിക്ക് തന്നെ മാറിപ്പോകും. ഉൾക്കാട്ടിലേക്ക് പോകുന്ന വഴിയാണ് മിക്കതും. ഈറ്റയും മുളയുമൊക്കെ കാട്ടിൽ നിന്നും ശേഖരിക്കാനാണ് മിക്ക വഴികളും വെട്ടിത്തെളിച്ചിരിക്കുന്നത്. റോഡരികിൽ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന അക്കേഷ്യ മരങ്ങളാണ് അടയാളമായി പറഞ്ഞിരിക്കുന്നത്. യാത്ര പിന്നെയും ഒരു ലക്ഷ്യം വച്ച് മുന്നോട്ട് നീങ്ങി. അങ്ങിങ്ങ് ചെറിയ വീടുകൾ കണ്ടു തുടങ്ങി. അങ്ങനെ ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ചു. വിട്ടുവിട്ട് ചെറിയ ചെറിയ വാർത്ത കെട്ടിടങ്ങൾ. ഭൂരഹിതർക്ക് സർക്കാർ വനം വെട്ടിത്തെളിച്ച് ഭൂമിയും വീടും വച്ചു നൽകിയിരിക്കുന്നത് ഈ പ്രദേശത്താണ്. ക്രൂര മൃഗങ്ങൾ വിഹരിക്കുന്ന കാലത്ത് ഈ പ്രദേശത്ത് വന്നയാളാണ് വേലായുധൻ. അന്ന് വീടൊന്നുമില്ലായിരുന്നു. അന്ന് തുച്ഛമായ ഒരു 10-25 വീടൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴത്തെ വീടൊക്കെ ആയത്. അന്ന് വനമായിരുന്നു. അന്ന് പേടിയൊക്കെ കാണും. അന്ന് വലിയ ഇപ്പോഴും ആനയും പന്നിയൊക്കെ ഇപ്പോഴും ഉണ്ട്. വേലായുധന്റെ വീടാണ് ആദ്യം തുടങ്ങുന്നത്. പരിഷ്കാരങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ കാട്ടുജീവിതത്തിന്റെ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ട ഒരു ജീവിത ശൈലിയാണ് വേലായുധനും കുടുംബവും ഇപ്പോഴും തുടർന്നു പോരുന്നത്. ഏതായാലും ഈ വീടിൽ നിന്ന് കഥ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഈ വനാന്തർഭാഗത്ത് നടന്ന ദുരന്തത്തിന് ഇവരും സാക്ഷികളാണല്ലോ. ചുരുക്കത്തിൽ കാര്യങ്ങളൊന്ന് കേൾക്കാം. ഞങ്ങളറിഞ്ഞത് നമ്മൾ ഉച്ചയ്ക്കാണ് ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് പോകണുണ്ട്. അപ്പോഴും ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കൊച്ചു അവിടെ കിരിചേര മോളും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി, അങ്ങനെ നമ്മൾ പോകാനൊന്നും വേണ്ട, ആൾക്കാർ പോയി. അങ്ങനെയാണ് നമ്മളറിഞ്ഞത്. അപ്പോൾ ഇതാണ് കേസ്. 14-കാരി പെണ്ണിനെ ആരോ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി.
താൻ ഗർഭിണിയാണെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ പെണ്ണ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് ഒരു വാക്ക് പോലും പറയാതെ ഓള് പോയി. 100 കണക്കിന് ചെറുപ്പക്കാരാണ് ഈ കോളനിയിൽ. ആരെ സംശയിക്കും? കള്ളക്കാമുകനെ എങ്ങനെ പിടിക്കും? തികച്ചും ഇതൊരു ആത്മഹത്യയായിട്ടാണ് ആദ്യം പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്നത്. കാരണം ഒരു പെൺകുട്ടി തീപ്പൊള്ളലേറ്റ് മരിച്ചു എന്നുള്ളതായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പരാതിയിൽ സാധാരണഗതിയിൽ ഒരു ആത്മഹത്യ കേസ് അന്വേഷിക്കുന്ന പോലെ നമ്മൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഇതിൽ ഒരു ടെസ്റ്റ് വരുന്നതും ഈ 14 വയസ്സുള്ള പെൺകുട്ടി 4 മാസത്തോളം ഗർഭിണിയായിരുന്നുള്ള വിവരം പോലീസിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ഇതിൻ്റെ അന്വേഷണം ആ നിലയിലേക്ക് മാറി. കാരണം മൈനറായിട്ടുള്ള കുട്ടിയാണ്. അത് നിയമപരമായിട്ടത് പോക്സോയും റേപ്പും ഒക്കെ അനുസരിച്ചിട്ടുള്ള സെക്ഷൻ വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അന്വേഷണം തുടങ്ങുമ്പോൾ ഇതിനകത്ത് യാതൊരു ക്ലൂവും ഈ കേസിലില്ലായിരുന്നു. അതാണ് ഇതിനകത്ത് പ്രത്യേകത. ഈ കുട്ടിയുടെ മരണമൊഴിയോ അല്ലെങ്കിൽ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ലെറ്ററുകളോ ഒന്നും ഇതിനകത്ത് ലഭിച്ചിരുന്നില്ല. വീട്ടുകാർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ യാതൊരുവിധ ക്ലൂവില്ല. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതോ ആരാണോ ഇതിനെപ്പറ്റിയുള്ള സംശയിക്കപ്പെടുന്ന ആളുകളുമില്ല. വിശാലാക്ഷി തളർന്നിരുന്നു. ആ ഒറ്റ ഇരിപ്പാണ്. മകൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു സൂചന പോലും അവൾ തന്നതുമില്ല. അന്നു രാവിലെ വേറെ ഏതോ ഒരു കാര്യം പറഞ്ഞ് ചെറിയ വഴക്കുണ്ടായി. ആ വഴക്ക് അപ്പോൾ തന്നെ തീരുകയും ചെയ്തു. അന്ന് ഉച്ചയ്ക്കാണ് അവൾ തീ കൊളുത്തി ചാകുന്നത്. രാവിലെ അവളെ വഴക്ക് പറഞ്ഞപ്പോഴത്തേന് അവള് പിന്നെ പുട്ടെടുത്തെറിഞ്ഞ് അങ്ങനെ 2 അടി കൊടുത്ത് പോയിട്ട് ഞാൻ ഒരു ഗർഭിണീനെയും കൊണ്ട് പോയിട്ട് വന്നപ്പോൾ അവള് പോയിട്ട് വന്നില്ല. പകുതിയിലെത്തിയപ്പോൾ അങ്ങനെ സംഭവിച്ചത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ജോലി ചെയ്യണവരാണ് വിളിച്ച് പറഞ്ഞത്. ഇങ്ങനെയാണ് സംഭവം. ചിന്നു മണ്ണെണ്ണ ഒഴിച്ച് തീ എത്തിച്ച് പെട്ടെന്ന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു ഗർഭിണീനെയും കൊണ്ട് വരണ്ടേ. ആ ഗർഭിണീനെയും കൊണ്ട് ഞാൻ പിന്നെ ഒരാൾ ഒരു കാറ് വിളിച്ച് ആ കാറിലാണ് വന്ന് പാലോട്ട് വന്നപ്പോഴത്തേന് പാലോട്ട് ആശുപത്രി കൊണ്ട് കയറി. ആശുപത്രി കൊണ്ട് കയറിയിട്ട് എനിക്ക് കാണാൻ ഞാൻ ഇത് തോന്നുമ്പോൾ ഇങ്ങനെ തുറന്നപ്പോഴത്തേന് ഞാൻ അപ്പോഴേ നേരം ആരും കൊണ്ടുപോയില്ല. പിന്നോട് വേറെ ഒരാൾ വന്നാണ് ആശുപത്രി കൊണ്ടുപോയത്. അമ്മയും മോളും തമ്മിലുള്ള വഴക്കിൽ മനം നൊന്ത് മകൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് ആദ്യം ഈ മരണത്തെ കണ്ടത്. എല്ലാവരും വന്ന് വിശാലത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോ കഥ മാറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിച്ചു കളഞ്ഞു. മകൾ 6 മാസം ഗർഭിണിയാണെന്ന് ആ കടലാസിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നത്. എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഒരു തെളിവും കുട്ടി അവശേഷിപ്പിച്ചിരുന്നില്ല. ആരുടെയെങ്കിലും സംശയമുള്ള ആളുടെ ഒരു പേരോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമോ അങ്ങനെ ഒന്നും നോട്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു കുട്ടി. അപ്പം അങ്ങനെ വരാൻ വന്നപ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി. അന്വേഷണം വളരെ വഴിമുട്ടിയ ഒരു ഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് സംശയമുള്ള അവിടെ FIR-ൽ മൊഴി തന്ന ഒരു പയ്യൻ ഇവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അവനെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് കല്ലമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് അവനെ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തി. ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ നമ്മുടെ FSL അയച്ച് ബ്ലഡ് ടെസ്റ്റ് നടത്തി. അപ്പോൾ അവൻ നെഗറ്റീവാണെന്ന് കാണുകയും ചെയ്തു. അവൻ ഇവിടുന്ന് ഒളിവിൽ പോയിട്ടാണ് നെഗറ്റീവാണെന്ന് മനസ്സിലായത്. അപ്പോൾ അവനല്ല കുട്ടിയുടെ അച്ഛനെന്ന് അവർ തീർത്ത് പറഞ്ഞു. പൂന്തേൻ കോളനി നടുങ്ങിപ്പോയി. വിശാലത്തിന്റെ മോൾ ഗർഭിണിയാണെന്നറിഞ്ഞ് കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് അവൾക്ക് പറയാൻ കഴിയില്ലെന്ന് പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഭയന്നാണ് അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ കോളനിയിലെ ആരെ സംശയിക്കും? എങ്ങനെ കള്ളനെ പിടിക്കും? പോലീസിന് പോലും തലവേദനയായ ആദ്യത്തെ കേസായി മാറി വിശാലത്തിന്റെ മകളുടെ അവിഹിത ഗർഭം.
ഈ കേസിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. കാരണം പെൺകുട്ടി എല്ലാവരോടും നന്നായിട്ട് തന്നെയാണ് ഇടപഴകുന്നത്. പക്ഷേ 6 മാസത്തിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടി. ഇതിന് പോലീസ് അവലംബിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു. കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ. പൂന്തേൻ കോളനിയിലെ വീടുകളിൽ ഒരാളെപ്പോലും കാണാനില്ല. വീടുകൾ മിക്കതും അടഞ്ഞു കിടക്കുന്നു. ചെറുപ്പക്കാരുടെ നിഴല് പോലും എങ്ങും കാണാനില്ല. കോളനി ആകെ മരവിച്ച ഒരവസ്ഥ. പട്ടിണി കിടക്കാൻ വയ്യ. എന്തും വരട്ടെയെന്ന് കരുതി കോളനിയിൽ തന്നെ കഴിച്ചു കൂട്ടിയവരും ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഗിരിജൻ. പിന്നെ പേടിക്കാതെ. നാട്ടുകാർക്കെല്ലാം പേടിയായിരുന്നു. പിന്നെ നാട്ടുകാരെ ഒരുപാട് എണ്ണത്തിന് പോലീസ് പിടിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ചെറുക്കനെ പിടിച്ച് അവനെ അടിച്ച്. അതിനുശേഷം പോലീസ് ഇവിടെ കയറി ഇറങ്ങുമായിരുന്നോ? എത്രയെങ്കിലും നാൾ ആണല്ലേ? എത്രയെങ്കിലും നാൾ. ഗിരിജന്റെ മോനെ പോലീസ് പൊക്കി. അവനെ മാത്രമല്ല, കോളനിയിലെ അല്പം ആരോഗ്യമുള്ള പയ്യന്മാരെ മുഴുവൻ പോലീസ് പൊക്കി. ബാക്കിയുള്ളവന്മാർ ജീവനും കൊണ്ട് വേറെ എവിടെയൊക്കെയോ രക്ഷപ്പെട്ടു. മകനാണോ വിശാലത്തിന്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന ചോദ്യത്തിന് ഈ പിതാവിന് പോലും ഉത്തരമില്ലായിരുന്നു. എനിക്ക് കാര്യമുണ്ടായിരുന്നു. കാരണം യവനാണോ ആരാണെന്നുള്ളത് അറിയാൻ. പിന്നെ അത് നമ്മൾ കഴിക്കാതെ ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് എനിക്കറിയാം. പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് എനിക്കറിയാം സംഭവം. ഇതിനി എവിടെ കൂടെ വന്നിരുന്നാലും ഞാനല്ല എന്നുള്ളത് അറിയാം. നമ്മളെ മക്കളാണെങ്കിൽ ഇപ്പം നിങ്ങൾ അല്ല എന്ന് പറയും. പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് എന്ത് വിശ്വാസമുണ്ട്? നമുക്കൊരു ഉറപ്പുമില്ല. പ്രായഭേദമന്യേ കോളനിയിലെ ആണുങ്ങളെ മുഴുവൻ പോലീസ് സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു. ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല. പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കൊലപ്പെടുത്തിയ ആൾക്കായി പോലീസ് കോളനി മുഴുവൻ വലവിരിച്ചു. DNA ടെസ്റ്റ് ആയിരുന്നു പിന്നെ ആകെയുള്ള പ്രതിവിധി. ആണുങ്ങളുടെ എല്ലാം രക്തം പോലീസ് ശേഖരിച്ചു. കൊച്ചിന്റെ അച്ഛനായുള്ള പോലീസിന്റെ അവസാനവട്ട പരിശ്രമം. ആദ്യം നമ്മൾ മൊബൈൽ ഫോണുകളുടെ ടവറുകളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതും അലസരമായിട്ട് കാണുന്ന കുറേ ആളുകളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെപ്പെട്ട ആളുകളെ നമ്മൾ പിന്നീട് ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് കൊടുത്ത് DNA സാമ്പിൾ ശേഖരിച്ച് വെച്ചിരുന്നു. കാരണം ഈ ഫീറ്റസിനകത്തുനിന്ന് DNA എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ DNA എടുത്ത് വെച്ചിട്ട് സംശയിക്കപ്പെടുന്ന ആളുകളെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുടെ ഗ്രൂപ്പ് മാച്ച് ചെയ്യുന്ന ആളുകളെ വെച്ച് നമ്മൾ DNAക്ക് കൊടുത്തു. അവസാനം കൺക്ലൂസീവായിട്ട് DNA റിസൾട്ട് വന്നപ്പം ഏതാണ്ട് 3 മാസത്തോളം അന്വേഷണത്തിനിടയിലാണ് നമുക്ക് അവസാനം ഒരു DNA റിസൾട്ട് എത്തുന്നതും അതിൽ നിന്നും കറക്റ്റായിട്ട് പ്രതിയിലേക്ക് കണ്ടെത്താൻ പറ്റുക. രതീഷിനെ പോലീസ് പൊക്കി. രതീഷ് എന്ന 26-കാരനാണ് വിശാലത്തിന്റെ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതെന്ന് DNA ടെസ്റ്റിൽ വ്യക്തമായി. ആറ് മാസത്തോളം ഒരാൾക്കും പിടികൊടുക്കാതെ നടന്ന കള്ളക്കാമുകൻ ഒടുവിൽ വലയിലായി. ആത്മാർത്ഥ സുഹൃത്ത് രഘു പോലും അറിഞ്ഞിരുന്നില്ല ഇവൻ ഇങ്ങനെ ഒരു പണി കാണിക്കുമെന്ന്. രഘു പോലും ഞെട്ടിപ്പോയി രതീഷിന്റെ ഈ ക്രൂരകൃത്യം കേട്ടിട്ട്. ഇല്ല, ആള് പാവമാണ്. അവനെക്കുറിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അവനെപ്പറ്റി ആർക്കും വേറെ ഒരു ഇത് കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു പയ്യനാണ്. ആരെ കണ്ടാലും പിന്നെ തിരിഞ്ഞ് തമാശിച്ചും പോണ പയ്യനായിരുന്നു. അതിനെപ്പറ്റി പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പൂന്തേൻ കോളനിക്കാർക്ക് ആശ്വാസമായി. ഇനി തല ഉയർത്തി പുറത്തിറങ്ങി നടക്കാം. വിശാലത്തിന്റെ മോളുടെ കള്ളക്കാമുകനെ പോലീസ് പിടികൂടി. അതും പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലൂടെ. DNA കാരണം
രതീഷ് കുട്ടിയുടെ അച്ഛൻ സ്ഥാനം ഏറ്റെടുത്തു. വീട്ടുകാരുടെ അവസ്ഥയാണ് ഏറെ ദയനീയം. മകൾ തങ്ങളോടൊപ്പം കളിച്ചിരികളിൽ മുഴുകുമ്പോഴും അവളുടെ മനസ്സ് വേദനിക്കുന്നത് ആരും കണ്ടില്ല. അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നുണ്ടു എന്ന യാഥാർത്ഥ്യം സ്വന്തം മാതാവ് പോലും മനസ്സിലാക്കില്ല. കാണാം ആ ദയനീയ കാഴ്ചകൾ. വിശാലം ഞെട്ടിപ്പോയി. ഒരിക്കലും രതീഷാണ് മകളെ പീഡിപ്പിച്ചതെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സമീപനം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. അയൽവാസി ആയതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. കുറച്ച് കഴിയുമ്പോൾ അവൻ പോകും. ഇതായിരുന്നു പതിവ്. ഇത് പിന്നെ പയ്യൻ 4-5 ദിവസം വന്ന് നിൽക്കുകയും പോവുകയും ചെയ്തപ്പോൾ എൻ്റെ മൂത്ത മോനുണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് അപ്പം എൻ്റെ മോൻ പറഞ്ഞു ഇനി വരല്ലേ ഇവിടെ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു പെൺകുട്ടീനെ വീട്ടിൽ വെച്ചിട്ട് പോകണം. ഞാൻ കൂലിപ്പണിക്കൊക്കെയാണ് പോണത്. അവൻ എറണാകുളത്താണ് പണി. അങ്ങനെ പോയിട്ടൊന്നും ഇങ്ങനെ ഒന്നൊന്നും നമുക്കറിഞ്ഞൂടാ. വിശാലം അങ്ങ് ദൂരെ ജോലിക്ക് പോകും. പോയിട്ട് പിന്നെ വൈകിട്ടേ വരും. അതുവരെ ഈ വീട്ടിൽ ആരും കാണില്ല. തൊട്ടടുത്ത വീടുകളിലും പകൽ നേരങ്ങളിൽ ആളുകൾ ആരും കാണാറില്ല. വിശാലത്തിന്റെ മകൾ ചില ദിവസങ്ങളിൽ സ്കൂളിലും പോകാറില്ല. അത് രതീഷിനും അറിയാം. അവൻ കാടും മേടും താണ്ടി ഈ വീട്ടിലേക്ക് എത്തും. അയൽവാസികളാണ് ഇവർ. ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അപ്പോൾ അഗ്രി ഫാമിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ അവർ സ്ഥിരമായിട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന ബന്ധുക്കളും റിലേറ്റീവ്സുമാണ് കൂടുതലും. അപ്പോൾ ഈ കുട്ടിയുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ ഈ കുട്ടിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇടപഴകി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല കുട്ടിയുടെ അച്ഛനും അമ്മയും മിക്കവാറും സമയങ്ങളിൽ വീട്ടിലില്ല. അവർ ജോലിക്കും മറ്റും പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ കുട്ടി ഒറ്റയ്ക്കാണ് കൂടുതൽ സമയം വീട്ടിൽ ചിലവഴിക്കാറ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ സംഭവിച്ചതാണ്. 4 മാസം കഴിഞ്ഞാണ് ആ 14-കാരി പെൺകുട്ടി ഒരു സത്യം തിരിച്ചറിയുന്നത്. താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം. അമ്മ എന്ന വാക്ക് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന പ്രായമായിരുന്നില്ല അപ്പോൾ അവൾക്ക്. പക്ഷെ രതീഷ് എന്ന 26-കാരന് എല്ലാ കാര്യവും തിരിച്ചറിയാൻ കഴിയുന്ന പ്രായവും. അവൻ നൈസായി വിശാലത്തിന്റെ മോളെ കൈയൊഴിഞ്ഞു. വാഗ്ദാനം കൊടുത്തതായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇതൊരു പരിചയം നടിച്ച് ശ്രമിച്ചിട്ടുള്ളതാണ്. കുട്ടിയെ പരിചയത്തിൻ്റെ തലത്തിലാണ് ഈ ഒരു നിലയിലേക്ക് ഒരു സ്നേഹം നടിച്ചിട്ട് ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത്. കാമുകൻ ചതിച്ച പെണ്ണ് പിന്നെ ജീവിച്ചിരുന്നില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾ തയ്യാറായില്ല. അവൾക്ക് ആരോടും ഈ വിവരം പറയാനും കഴിയുമായിരുന്നില്ല. പിന്നെ അവൾ ആ കുഞ്ഞു മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുത്തു: മരിക്കുക, കാമുകനോട് പ്രതികാരം വീട്ടുക. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി അവൾ ആത്മഹത്യ ചെയ്തു. മൂല കാരണമെന്ന് പറയുന്നത് ഇതാണ്. കുട്ടിക്കറിയാമായിരുന്നു 3 മാസത്തിന് മുകളിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ കുട്ടിക്കറിയാമായിരുന്നു. ആ ഒരു ഇതായിരിക്കാം കുട്ടി പുറത്തിറങ്ങാനുള്ള വിഷമം കാണിച്ചതെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കോളനിയിൽ നിന്നും യാത്ര പുറപ്പെടുവാനുള്ള സമയമായി. ശോകമൂകമായ ആ വഴികളിലൂടെ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. 6 മാസമായി കോളനിയിലെ സമാധാനം തല്ലിക്കെടുത്തിയ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു.
കോളനിവാസികൾ അവരുടെ പഴയ ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു പോകുന്ന കാഴ്ച. എങ്കിലും കാമുകനാൽ ചതിക്കപ്പെട്ട ആ 14-കാരിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഈ വനങ്ങളിലൂടെ അലഞ്ഞു തിരിയുന്നതായി ഒരു പ്രതീതി. നേരം ഇരുട്ടുന്നതിനു മുമ്പ് തന്നെ ഈ വനാതിർത്തി കടക്കണം. ഞങ്ങൾ വണ്ടിക്ക് വേഗം കൂട്ടി. വളരെ വേഗത്തിൽ ആ വാഹനം മൺപാതയിലൂടെ പറന്നകന്നു. നമുക്ക് ചുറ്റും ഒരുപാട് രഹസ്യങ്ങൾ പതുങ്ങിക്കിടക്കുന്നു. പുറത്തറിയുന്നത് രഹസ്യങ്ങളുടെ ഒരു ചെറിയ ശതമാനം മാത്രമായിരിക്കും. ഇനിയും പുറത്തറിയാത്ത രഹസ്യങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. ഇനി മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്.